ഉൾഗ്രാമത്തിലിടാ. ഇത് ഏതാ സ്ഥലത്ത്? പരുത്തി. ഏതൊരു കാടിന്റെ ഉള്ളില്ല. ഞാൻ ഒരു 3-4 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാടിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിക്കണത്. അപ്പൊ ഇവിടെ ഞാൻ വരുമ്പോ നല്ല ഒന്ന് കാണിച്ചു തരാട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇതന്നെ പറയുന്നേ തന്നോട് താൻ പറഞ്ഞാലും കേൾക്കില്ല. അതിന്റെ മുകളിലേക്ക് പോവാൻ നിന്നിട്ട് തപക്കോ ഒറ്റക്ക് തപക്കോ വീട്ടിലേക്ക് പോവാ. അല്ല തനക്ക് ഇതാണ് ഈ യാത്രയോട് അവസാനിക്കാണ് കൂട്ടുകാരെ. ഒരു പേടിത്തൊണ്ടന്റെ കൂടെ പേടിത്തൊണ്ടനൊന്നല്ല ഒരു പ്രശ്നമാണ് എനിക്കുണ്ടായത്. അല്ലാന്ന് വെച്ചാൽ ഞാൻ സൂപ്പറാക്കുമായിരുന്നു ഈ യാത്ര. ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്ത തിരിഞ്ഞിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കത്ത തമ്മലരെ മുകളിൽ കയറാൻ പ്രാന്തല്ല അതിന് ഇതൊന്ന് പറയാ. ഞാനും പോകുന്നില്ല വീഴപ്പോ എന്റെ ജീവനം വലുത് ചേടാ. കാട്ടിലേക്ക് പോയിട്ട് മനുഷ്യ വയ്യാണ്ടായിട്ട് പ്രാന്ത ഇതിലും വലിയത് ആനക്ക് പറ്റിക്കുന്ന അർത്ഥ മനുഷ്യന്മാർക്ക് പറ്റിക്കുന്ന അർത്ഥമല്ല. ഇപ്പൊ നടന്ന് എന്ത് കഷ്ടം നിന്നെ കൊണ്ട് കിട്ടിയില്ലേ പണി. ഇനി വേറെ അടിക്കണ്ടേ? നീ നേരെ പോയേ എന്റെ എല്ലാം ഇറങ്ങി. നീ നേരെ പോ. ഇപ്പഴാ മൈൻഡ് കറക്റ്റ് ചെയ്ത് ഇപ്പഴാട്ടാ ഭാഗ്യം. അതിനർത്ഥമില്ല. നീ ധൈര്യമായിട്ട് പോക്കോ. അവൻ കൈ തൊട്ട് കാണിക്കുന്നുണ്ട്. നോക്കണം അതൊക്കെ പറഞ്ഞതായ അർത്ഥം നിന്ന് ആന കേറി പോവാനുള്ള വഴിയില് എർത്ത് വെച്ചിരിക്കണതാ. മര്യാദക്ക് പറഞ്ഞത് ഞാൻ ഇതിലും വലിയ എർത്ത് കിട്ടിയിട്ട് എനിക്ക് കേട്ടിട്ടില്ല. ലൈറ്റുകാര് അതിലും വലിയ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടാവും. ഇവർക്ക് കറണ്ട് ബില്ല് നടക്കണ്ട. പോവാ. കറണ്ട് ബില്ല് അടയ്ക്കുമ്പോ ഇവര് അനുഭവിച്ചോളൂ. കണ്ണാൻ എന്തായാലും ഞാൻ അടിച്ചിട്ടില്ല. 2 മുന്തിരിയാണ് നീ കുടിക്കുമ്പോ ഞാൻ കഴിക്കണത്. ഇനിയിപ്പോ ഞാൻ ഇവിടെ മലർന്നടിച്ച് കിടക്കാൻ പോവാ. വൈകുന്നേരം ആന വന്നിട്ട് ഇതിങ്ങനെ തുമ്പിക്കൈ വെച്ചിങ്ങനെ വിളിക്കും. കൂട്ടുകാരാ പോവാ. അല്ല അത് അവന്റെ വീടാ ഇത്. സത്യ. അപ്പൊ അവൻ വിളിക്കാണ് എനിക്ക് പോയിടാന്ന് പറഞ്ഞിട്ട്. എനിക്ക് പോയില്ല നിന്റെ ഈ കാലില്ലേ ഇത് ചവിട്ടി പിടിച്ചിട്ട് അവ അവന്റെ കാര്യം തീർത്തോളും. വലിച്ച് അതൊക്കെ എന്തിട്ടാന്ന് ചവര് തീർത്ത് നമ്മളെ നിന്നോടത്താ മതി അല്ലേ? നീ നിന്ന് കൊടുക്കണ്ടോ? ഞാൻ ഇവിടെ കിടന്നുറങ്ങാൻ പോവാ. എന്തായാലും നീ ബാക്കിയോട് അവസാനിപ്പിച്ചിട്ട് നീ കിടന്നുറങ്ങിക്കോ. ഞാനിവിടെ കിടന്നുറങ്ങാം. കാടിന്റെ ജീവിതം എടുത്തിട്ടില്ലേ? മനസ്സിലായി.